ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൂസ് ട്രിക്സ്. അപ്പോൾ നമ്മളിത് നോക്കുന്നത് എങ്ങനെയാണ് ഒരു ഇ ബുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത എൻ്റെ ഇ ബുക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇ ബുക്ക് വളരെ മനോഹരമായി നിങ്ങൾക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗായ്സ്. ഇതിന് ഏകദേശം ഒരു 2-3 മണിക്കൂറിൻ്റെ എഫേർട്ട് നിങ്ങൾ ഇടേണ്ടതായിരിക്കും നിങ്ങളൊരു ബിഗിനറാണെങ്കിൽ. പക്ഷെ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ധാരണയുള്ളതാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ കൊണ്ട് പരിപാടി തീരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇ ബുക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ശരിക്കും 2 പ്രോസസ്സാണ് ഇതിനുള്ളത്. ഒന്ന്, നമുക്ക് ഇതിൻ്റെ ഒരു PDF നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഈ PDF ആണ് ഈ ബുക്കായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു PDF എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ PDF ഇതാ, ഞാൻ ഉണ്ടാക്കിയ PDF ആണിത്. അപ്പോൾ ഇത്തരത്തിലൊരു PDF നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതൊരു വലിയൊരു ബേർഡനായിട്ടൊന്നും നിങ്ങൾ കാണേണ്ട കാര്യമില്ല, കാരണം ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഓരോ പേജ് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉള്ളിലൊരു ആത്മസംതൃപ്തി ഉണ്ടാവും. വാവ്, ഇത് ഞാൻ ഉണ്ടാക്കിയതാണല്ലോ, ആ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങ് ചെയ്താൽ മതി. പിന്നെ ഇതിൽ ഓരോ പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയം ഒരു ഗെയിം കളിക്കുന്നില്ല, ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ ആ ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലൊരു PDF നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആപ്സ് നമുക്ക് ഉപയോഗിക്കാം. ഈ ഗൂഗിൾ ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ വേർഡ് അല്ലെങ്കിൽ കുറച്ച് സൈറ്റ് ഉണ്ട്, സെറിലോ പോലത്തെ, ആ സൈറ്റെല്ലാം നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു PDF നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ ഈ PDF ക്രിയേറ്റ് ചെയ്തത് ഇത് വെച്ചിട്ടല്ല, ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. ഇപ്പോൾ കാട്ടിത്തരാം. ക്യാൻവ ഗൂഗിൾ പ്ലേ സ്റ്റോർ പോയിട്ട് ക്യാൻവ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഈ ആപ്പാണ് ക്യാൻവ. ഇത് ഫോട്ടോ ആൻഡ് വീഡിയോ എഡിറ്ററാണ്, പക്ഷേ അതിൽ നമുക്ക് PDF ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ക്യാൻവ എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് സാധിക്കില്ല. അതിന് ഞാൻ ഉപയോഗിച്ചത് വേറെ 2 ആപ്ലിക്കേഷനാണ്. ഒന്ന് Pinterest, ഇതാണ് Pinterest എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ. പിന്നെ ChatGPT. ഈ 3 ആപ്പ് വെച്ചിട്ടാണ് ഞാൻ PDF ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ 3 ആപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ആ PDF ക്രിയേറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ Pinterest എന്ന് പറഞ്ഞ ആപ്പാണ്. ഈ ആപ്പ് എന്തിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആപ്പ് ഞാൻ യൂസ് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ആർ ഓഫ്ലൈൻ, ഞാൻ ഓൺലൈനാണല്ലോ. നമ്മുടെ PDFൻ്റെ ഇതുണ്ടാവില്ലേ, ഈ ബോർഡർ, ആ ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആപ്പ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ ആപ്പ് ഓപ്പൺ ആയി തന്നെ ഇങ്ങനെ ഉണ്ടാവുക. അതിൽ ഈ സെർച്ച് ബട്ടൺ ഞെക്കിയിട്ട് ഇത് നിങ്ങൾ മാത്ത് പേജസ് എന്ന് സെർച്ച് ചെയ്യുക. ഞാൻ എൻ്റെ സബ്ജക്റ്റ് മാത്സ് ആയതിനെ കൊണ്ടാണ് ഞാൻ മാത്ത് പേജസ് എന്ന് എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിൻ്റെ പേജസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. ആ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിക്ചേഴ്സ് നിങ്ങൾക്ക് വരും. ഇതായിരിക്കും നിങ്ങളുടെ PDFൻ്റെ ബോർഡർ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ ബോർഡർ അത് നിങ്ങൾ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഞാൻ ഡൗൺലോഡ് ഇമേജ് എടുത്താൽ ഇത് നമ്മുടെ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആവും. അങ്ങനെ അതിൻ്റെ അടിയിൽ ഇഷ്ടമാതിരി പേജസ് വരും. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട, ഞാനൊരു 10-20 പേജ് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലായിരിക്കും നമ്മളെ കണ്ടൻറ്റൊക്കെ നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ ക്യാൻവ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അപ്പോൾ ക്യാൻവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇനി നന്നായിട്ട് നെറ്റ് വേണം, നല്ല ഇൻ്റർനെറ്റുള്ള ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടാണ് ഇത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാൻവ ഓപ്പൺ ആയി ഇങ്ങനെ ഉണ്ടാവും. അതിൽ സെർച്ച് ബട്ടണിൽ നോക്കിയിട്ട് നിങ്ങൾ ഇ ബുക്ക് എന്ന് സെർച്ച് ചെയ്യാം. ഇ ബുക്ക്. അപ്പോൾ ഇ ബുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ടെംപ്ലേറ്റ്സ് കാണാൻ വേണ്ടി സാധിക്കും. നെറ്റ് വേണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ഷമയാണ് എല്ലാം. അപ്പോൾ ഇതെല്ലാമാണ് ഇ ബുക്ക്. അപ്പോൾ ഈ ബുക്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും, ഇതിൽ പ്രോ ഒന്നും എടുക്കാനാവില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം നിങ്ങളിങ്ങനെ ചൂസ് ചെയ്യുക. ഏതായാലും കുഴപ്പമില്ല. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഓപ്പണായി വരും. ഇതൊന്നുമില്ല, ഇത് നമുക്കൊരു ബോർഡർ കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് എടുത്തതാണ്. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിലെ എഴുത്ത് മൊത്തം ഡിലീറ്റ് ആയിക്കളെ. അത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് അടിക്കുക, സെലക്ട് ചെയ്യുക, ഡിലീറ്റ് അടിക്കുക,
സെലക്ട് ചെയ്യുക, ഡിലീറ്റ് അടിക്കുക. എന്നാൽ ഇത് മൊത്തത്തിലൊന്ന് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുക. ഇത് പേജ് മൊത്തം സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പേജിൻ്റെ ടോട്ടൽ ഈ ഭാഗത്ത് ഒരു ഇത് വരും, ഒരു സർക്കിൾ, ഒരു സ്ക്വയർ വരും. അങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീപ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. റീപ്ലേസ് ഞെക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് പോകും. അപ്പം നമ്മുടെ ഗാലറിയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച കുറേ ഇമേജസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് ഫ്രണ്ട് പേജാണ് തയ്യാറാകേണ്ടത്. അപ്പോൾ ഫ്രണ്ട് പേജിൽ എനിക്ക് വേണ്ടത് ഈ ഒരു ഇമേജാണ്. അപ്പോൾ അതവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഫ്രണ്ട് പേജ് നമ്മൾ സെറ്റായി. ഇനി എനിക്ക് ഇവിടെ ഒരു എഴുത്ത് വേണം, മാത്തമാറ്റിക്സ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സ് ഞാൻ ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മാത്തമാറ്റിക്സ് എഴുതണം. അതിന് ഞാൻ വേണ്ടി ഇവിടെ ഒരു ഇൻഡു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞെക്കിക്കഴിഞ്ഞാൽ അടിയിലൊരു ടെക്സ്റ്റ് ബോക്സ് കാണും. ആ ടെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ആക്കുക. അതിലിവിടെ ഹെഡിങ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ആക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എനിക്ക് മാത്തമാറ്റിക്സ് എന്നാണ് ഞാൻ എഴുതേണ്ടത്. ഞാൻ മാത്തമാറ്റിക്സ് എന്ന് എഴുതി. അപ്പോൾ എഴുതിയാൽ മാത്രം പോരാ, എനിക്കിതിൻ്റെ എന്ത് മാറ്റണം, ഇതിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ ക്യാൻവാസ് ആൻഡ് അത് ഇതിനെ സെലക്ട് ചെയ്യുക. 2 ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. എന്നിട്ട് ഈ ക്യാൻവാസ് ആൻഡ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതാണ് അതിൻ്റെ ഫോണ്ടിൻ്റെ സ്റ്റൈൽ. അത് എനിക്ക് മാറ്റണം. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ ഇഷ്ടം മാതിരി ഫോണ്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ ഒരു ഇതിൽ ഇപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ എഴുത്ത് മാറി. ഇനി ഈ മാത്തമാറ്റിക്സിൻ്റെ എന്ത് മാറ്റണം, കളർ മാറ്റണമെങ്കിൽ ഇവിടെ എൻ്റെ അടിയിൽ കുറച്ച് കളർ കാണാം. അത് ഞെക്കുക. ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം. അപ്പോൾ അതായത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കളർ കോമ്പിനേഷൻ എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ഫോണ്ട് ഞാൻ മാറ്റി, കളർ ഞാൻ മാറ്റി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അതൊന്നും ആയിക്കോളെ. ഇത് ഇപ്പോൾ ഇവിടെ മാത്തമാറ്റിക്സ് എഴുതി കഴിഞ്ഞാൽ ഇവിടെ കാണൂലല്ലോ. ഇത് എവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാലും അതിനൊരു വൃത്തിയില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടാക്കണം. ആ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൂൾ ബോക്സ് ഉണ്ട്. ഈ തെറ്റടിച്ച് കഴിഞ്ഞാൽ അടിയിലൊരു ടൂൾ ബോക്സ് ആണ്, ആ ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറേ സാധനമുണ്ട്. അതിൽ ഇവിടെ ഒരു ഷേപ്പ് കാണില്ല, ഒരു ചതുരവും വൃത്തവും. അത് നോക്കി കഴിഞ്ഞാൽ കുറേ ഷേപ്പ് വരും. അതിൽ ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യുന്നു. റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ ചെറുതാക്കാം. ആ റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്ത് അതിനെ കുറച്ച് ഇങ്ങനെ നീട്ടി വലിച്ച് ഇതുണ്ടാക്കുന്നു. ഇനി ഇതിൻ്റെ കളർ മാറ്റണം. ആ റെക്റ്റാങ്കിളിൻ്റെ നമുക്കതൊരു വൈറ്റാണ് വേണ്ടത്. ഞാനിവിടെ കളറിനുള്ള ഓപ്ഷനിലേക്ക് വൈറ്റ് ആക്കി കഴിഞ്ഞാൽ അത് വൈറ്റായി. ഇനി ഈ മാത്തമാറ്റിക്സിനെ എനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലേക്ക് ഇത് പോവാം, മേലോട്ടേക്ക് പോകില്ല. അതിനെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ വെച്ചതിന് ശേഷം ഇവിടെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. പൊസിഷൻ അത് ഞെക്കിയിട്ട് ഫോർവേഡ് അടിച്ച് കഴിഞ്ഞാൽ ഇത് മുന്നോട്ടേക്ക് വരും, ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് വരും മാത്തമാറ്റിക്സ്. ഓക്കെ, വാവ്. അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പേജ്. ഇതുണ്ടാക്കി കഴിയുമ്പോൾ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും, കീടിലം. യെസ്, അപ്പോൾ ഫ്രണ്ട് പേജ് ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത ഒരു പേജിലേക്കാണ് പോകേണ്ടത്. അടുത്ത പേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത് മൊത്തം സെലക്ട് ചെയ്ത് പിടിക്കുക. അതായത് ഈ പേജ് മൊത്തം സെലക്ട് ആകുമ്പോൾ പേജിൻ്റെ ഫുൾ ഭാഗത്ത് ഒരു കളർ വരും. എന്നിട്ട് ഇവിടെ ഒരു 3 ഡോട്ട് ഉണ്ട്. ആ ഡോട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ ആവും. അതിൽ ആഡ് പേജ് എന്ന് പറഞ്ഞാൽ കാണും. ആ ആഡ് പേജ് നോക്കി കഴിഞ്ഞാൽ അടുത്ത പേജായി. അതായത് നേരത്തെ ചെയ്ത് സാധനം പോയില്ല, അത് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് ഇവിടെ ഉണ്ട്. അതാണ് ഫസ്റ്റ് പേജ്. ഇത് സെക്കൻഡ് പേജ്. ഇനി സെക്കൻഡ് പേജിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ, ക്ലാസ് ഏതാണോ അതൊക്കെ ഒന്ന് കാണിക്കണം. അതിന് എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്ത് പിടിക്കുക. റീപ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ വെക്കുക. അതിൽ പോയിട്ട് അടുത്ത പേജ്, നിങ്ങൾക്ക് ഏതാണോ അടുത്ത പേജ് വേണ്ടത് അത്. ഞാനിപ്പോൾ അടുത്ത പേജായിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ്. ഓക്കെ, ഇതാണ് എൻ്റെ സെക്കൻഡ് പേജ്. അപ്പോൾ സെക്കൻഡ് പേജിൽ എനിക്ക് വേണ്ടത് മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡ് ആ കാര്യങ്ങളാണ്. അപ്പോൾ പേജ് ഞാൻ സെലക്ട് ചെയ്തെടുത്തു. ഇനി എനിക്ക് ടെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ആക്കി അതിൽ ആഡ് ഹെഡിങ് എന്ന് പറഞ്ഞ് എടുത്തു. അതിൽ ഞാൻ മാത്തമാറ്റിക്സ് അടിക്കുകയാണ്. മാത്തമാറ്റിക്സ്. അപ്പോൾ അതിൻ്റെ ഫോണ്ട് ഇത് തന്നെ മതി, മാറ്റാൻ പ്രശ്നമില്ല. ഇനി അടുത്ത് എന്ത് ചെയ്യണം, വീണ്ടും ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് ഹെഡിങ് അല്ലല്ലോ വേണ്ട, ചെറിയൊരു ബോക്സ് അല്ലേ, അപ്പോൾ സബ് ഹെഡിങ് അല്ലേ. അപ്പോൾ സബ് ഹെഡിങ് എന്ന് പറഞ്ഞ രീതിയിൽ എടുക്കുക. ഒരു ചെറിയൊരു കള്ളി ഓപ്പൺ ആയി വരും. അതിലെന്ത് ചെയ്യുക,
സ്റ്റാൻഡേർഡ് 8, ഞാൻ 8ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് 8 എന്ന് കൊടുത്തു. ആ കള്ളി നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് മേലോട്ടേക്ക് കൊണ്ടുപോകാം. മേലോട്ടേക്ക് കൊണ്ടുപോയി. ഇനി നമുക്ക് എന്താ 2025, 26 അങ്ങനെയാണ്. അതിന് വീണ്ടും എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബോക്സ് പോവുക. ഇനി വെറുതെ ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഈ കള്ളി അത് വെക്കുക. ആ സമയത്ത് ഒരു വലിയ സാധനം വരുന്നത്, വലിയൊരു കള്ളിയാണ് വരുന്നത്. ആ വലിയൊരു കള്ളി മാറ്റണമെങ്കിൽ അതിൻ്റെ ഫോണ്ട് സ്റ്റൈല് മാറ്റുക. സ്റ്റൈല് നമുക്ക് എനിക്ക് ഈ ഒരു സ്റ്റൈൽ മതി. പിന്നെ ഇതിൻ്റെ വലുപ്പം മാറ്റണം. അതിൽ അടുത്ത 4pt എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ കുറച്ചുകൂടെ ഒന്ന് അതിൻ്റെ വലുപ്പം മാറും. എന്നിട്ട് അതിനെ സെലക്ട് ചെയ്ത് താത്തി ഇവിടെ കൊണ്ടുവരും. അതിനൊന്നിങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. അവിടെ എന്താണ് അടിക്കേണ്ടത്, 2025, 26. ഓക്കെ. ഇന്നലെ കളർ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ സെലക്ട് ചെയ്ത് എന്ത് ചെയ്താൽ മതി, ഫോണ്ട് കളർ എന്ന് പറഞ്ഞാൽ ഇതിൽ പോയി കഴിഞ്ഞാൽ കളർ മാറ്റാം. ഇപ്പോൾ ആ കളർ വേണ്ട ഈ കളർ വേണ്ടെങ്കിൽ ഓക്കെ, കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും കാര്യം. ഇനി എന്താ, ഇനി ഞാൻ ഇവിടെ എനിക്കൊരു പിക്ചർ ഇവിടെ കൊണ്ടുവരണം എന്ന് വിചാരിക്കാം. ഒരു ഗാലറിയിലൊരു ഫോട്ടോ. അപ്പോൾ ഇനി ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഗാലറി ഓപ്പണം. അല്ലെങ്കിൽ എനിക്ക് ഈ ഫോട്ടോ വേണമെങ്കിൽ ആഡ് ടു പേജ് അടിച്ച് കഴിഞ്ഞാൽ എന്താവും, ആ ഫോട്ടോ വരും. ആ ഫോട്ടോ ഞാൻ വളരെ ചെറുതാക്കി ഒരു മൂലക്ക് വെക്കുകയാണ്. ഓക്കെ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, ക്രിയേറ്റഡ് ബൈ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര്, ക്ലാസ്, റോൾ നമ്പർ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടൈപ്പ് ചെയ്യാൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചല്ലോ. അതിനാണ്ട് 2ാമത്തെ പേജ് സൂപ്പറായില്ലേ? ഇത് കാണുമ്പോൾ ഒരു ഇത് തോന്നില്ലേ, അപ്പോൾ ഞാൻ ഉണ്ടാക്കിയാൽ ഉള്ളിൽ എനിക്കൊരു പ്ലഷർ തോന്നുന്നുണ്ട്. സീനായില്ലേ? ഇനി നമുക്ക് അടുത്ത പേജ് ഉണ്ടാക്കണം. അടുത്ത പേജ് ഉണ്ടാക്കണം എന്താ, ഇത് പേജ് മൊത്തം സെലക്ട് ചെയ്തു. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഏഡ് പേജ്. അപ്പോൾ 3ാമത്തെ പേജായി. ബാക്കോട്ട് അടിച്ച് നമ്മളെ 2ാമത്തെ പേജ് കാണാൻ പറ്റും, ഫസ്റ്റ് പേജ് കാണാൻ പറ്റും. അങ്ങനെ 3ാമത്തെ പേജ്. ഇനി 3ാമത്തെ പേജിലാണ് എനിക്ക് നാഷണൽ ആന്തവും പിന്നെ പ്ലഡ്ജും കൊണ്ടുവരണ്ടേ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പേജ് സെലക്ട് ചെയ്തു, റീപ്ലേസ് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. അടുത്ത ബോർഡർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബോർഡർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതെടുത്തു. അപ്പോൾ എനിക്കൊരു ഹെഡിങ് എഴുതണം, എന്താ, നാഷണൽ ആന്തം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ടെക്സ്റ്റ് ബോക്സ് എടുത്തു, ഹെഡിങ് എടുത്തു. ആ ഹെഡിങ്ങിൻ്റെ ഫോണ്ടും ആണെങ്കിൽ മാറ്റാം. അല്ല, അത് നമുക്ക് എന്ത് ചെയ്താൽ നാഷണൽ ആന്തം എഴുതാം. നാഷണൽ ആന്തം. അപ്പോൾ ഇതിൻ്റെ വലുപ്പം നമുക്ക് കുറക്കണം. അതിന് 4pt എന്നുള്ള സാധനം എടുത്ത് ഒന്ന് ഇങ്ങനെ ചെറുതായി കഴിഞ്ഞാൽ അതിൻ്റെ വലുപ്പം ഇങ്ങനെ കുറയും. ഇനി ഇതിൻ്റെ എന്ത് മാറ്റണം, സ്റ്റൈല് മാറ്റണം. സ്റ്റൈലല്ല, ഇതിൻ്റെ ക്യാൻവാസ് ആൻഡ് ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ മാറ്റണം. അത് എനിക്ക് വേണ്ട സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണ് എടുക്കുക, നാഷണൽ ആന്തം. അപ്പോൾ അതിനെ ഞാൻ സെലക്ട് ചെയ്തല്ലോ. എന്നിട്ട് അതിനെ ഞാൻ പക്ഷേ എന്തില്ല, ഇത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം സെലക്ട് ആവും. സെലക്ട് ചെയ്ത് എനിക്ക് ഇതിൻ്റെ ഒരു അണ്ടർലൈൻ വേണം, അതായത് അടി വരണം. അതിന് ഇവിടെ ഉണ്ട് യു, അതിൻ്റെ അടിയിലൊരു വര. അത് നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്ത് ഇത് അണ്ടർലൈനായി. ഇനി ഇതിനെ ഞാൻ പൊന്തിച്ച് ഇവിടെ കൊണ്ടുപോയിടും, നാഷണൽ ആന്തം. അപ്പോൾ ഹെഡിങ് ആയി. കളർ വേണമെങ്കിൽ മാറ്റാം കേട്ടോ. നാഷണൽ ആന്തം എന്ന് പറഞ്ഞ ഹെഡിങ് ആയി. ഇനി അതിൻ്റെ അടിയിൽ എന്ത് കയറണം, ജനഗണമന വരണം. അപ്പോൾ ജനഗണമന വരണമെങ്കിൽ അതിങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ചാറ്റ് ജി പി ടി എടുക്കുക. എന്നിട്ട് അതിലെന്ത് ചെയ്യുക, ഇന്ത്യൻ നാഷണൽ ആന്തം എന്ന് ടൈപ്പ് ചെയ്യുക. ഇന്ത്യൻ നാഷണൽ ആന്തം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഇന്ത്യൻ നാഷണൽ ആന്തം ഇവിടെ വരും, ജനഗണമന. അതിൻ്റെ ലിറിക്സ് വരും. ഇതാണ് അതിൻ്റെ ലിറിക്സ്, കോപ്പി കോഡ്. അപ്പോൾ ഇതിനെ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ സെലക്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് മൊത്തം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം,
നമുക്ക് ഇവിടെ പോയിട്ട് അത് പേസ്റ്റ് ചെയ്യാം. സെലക്റ്റായി എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ പോയി പേസ്റ്റ് ചെയ്യണേ ആദ്യം ഒരു ടെക്സ്റ്റ് ബോക്സ് എടുക്കുക. ടെക്സ്റ്റ് ബോക്സ് എടുത്തതിന് ശേഷം ഇവിടെ ഏറെ ടെക്സ്റ്റ് ബോക്സ് ഇല്ലേ അതെടുക്കുക. അപ്പോൾ ഇതിൻ്റെ വലിപ്പം നമുക്ക് കുറക്കണം. കണ്ടില്ല? അപ്പോൾ വലിപ്പം കുറക്കണം എന്ത് ചെയ്യുക? ഈ 4pt എന്നുള്ള സാധനം മാറ്റി ഒരു ചെറിയൊരു ടെക്സ്റ്റ് ബോക്സ് ആക്കി മാറ്റുക. കാരണം നമുക്ക് ജനഗണമന മൊത്തത്തിൽ അടിക്കണ്ടേ. പിന്നെ അതിൻ്റെ ടെക്സ്റ്റ് സ്റ്റൈല് അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് സ്റ്റൈൽ മാറ്റിയിട്ട് നമുക്കൊരു നല്ലൊരു എഴുത്തല്ലേ വേണ്ടേ. അപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരു എഴുത്ത് അരിമോ എന്ന് പറയുന്ന ഒരു എഴുത്ത് എടുക്കുക. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഫുൾ ഡിലീറ്റ് ആക്കിയതിന് ശേഷം ഇത് പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെയാണ് പ്രശ്നം. കണ്ടോളെ, ഞാൻ ഇത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ ഒറ്റ വരിയെ വന്നിക്കുള്ളൂ, ജനഗണമന അതിനായക ജയ മാത്രം. കാരണം നമ്മൾ മൊത്തം സെലക്ട് ചെയ്ത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇത് പക്ഷേ എങ്കിൽ ഇതിൽ നിങ്ങൾ തളരാൻ പാടില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക? ഇത് മൊത്തം ഒന്ന് ഡിലീറ്റ് ആക്കുക, ബാക്ക് സ്പേസ് അടിക്കുക. എന്നിട്ട് വീണ്ടും ഇത് നമ്മൾ കോപ്പി ചെയ്ത സാധനം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊത്തത്തിലട വരും. കണ്ട ആ പാട്ട് മൊത്തത്തിലട വന്നു, നമ്മുടെ നാഷണൽ ആന്തം. അതിപ്പോൾ ഇത് എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണോ നെറ്റിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കില്ല. ഞാനൊരു സാധനം കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരില്ല, ഒരു ലൈനേ വരുള്ളൂ. പിന്നെ ആ ലൈന് മൊത്തം ഞാൻ ഡിലീറ്റ് ആക്കി വീണ്ടും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് സാധനം വരുള്ളൂ. അത് എൻ്റെ പ്രശ്നമാണോ ക്യാൻവേൻ്റെ പ്രശ്നമാണോ നിങ്ങൾക്കാണോ നിങ്ങളെ ഫോണിൽ ഇങ്ങനെയാണോ എനിക്കറിയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ആദ്യം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, സാധനം വരും. അപ്പോൾ ജനഗണമന ഇവിടെ വന്നു. ഇനി അതിൻ്റെ അടിയിൽ എന്ത് വരേണ്ട വരും? ഈ നാഷണൽ ആന്തം. അപ്പോൾ ഈ നാഷണൽ ആന്തത്തിൻ്റെ അതേ ഹെഡിങ് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? പ്ലഡ്ജ് വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാഷണൽ ആന്തം ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആടെ ഒരു പ്ലസ് ചിഹ്നം കണ്ടോ? ആ പ്ലസ് ചിഹ്നം നോക്കി കഴിഞ്ഞാൽ വീണ്ടും ഈ നാഷണൽ ആന്തം വരും. ആ നാഷണൽ ആന്തത്തിൻ്റെ താഴെ വെച്ചിട്ട് നമുക്ക് ആടെ എഡിറ്റ് ചെയ്യാം. ഈ നാഷണൽ ആന്തത്തിന് പകരം എന്ത് ചെയ്യുക? പ്ലഡ്ജ് എന്ന് അടിച്ചു കൊടുക്കുക. ഞാൻ എന്തിനാ അങ്ങനെ തന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഫോണ്ട് ഇതേ രൂപത്തിൽ താഴെ വരും. അപ്പം വീണ്ടും നമ്മൾ ടെക്സ്റ്റ് ബോക്സ് എടുത്ത് മാറ്റേണ്ട കാര്യം ഉണ്ടാവില്ല. ഇനി എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ ChatGPT പോയിട്ട് ഇന്ത്യൻ പ്ലഡ്ജ് എന്ന് അടിച്ചിട്ട് അത് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് ഞാൻ കാട്ടി തരേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ സ്വന്തം ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം പേസ്റ്റ് ചെയ്യുന്ന സമയം ശ്രദ്ധിക്കേണ്ടത്, പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ വരില്ല. അപ്പം നമ്മൾ വീണ്ടും ഡിലീറ്റ് ആക്കി വീണ്ടും പേസ്റ്റ് ചെയ്ത സാധനം വരും. ഓക്കെ, അപ്പം നമ്മളെ 3 പേജായി. ഇനി 4ാമത്തെ പേജ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പേജസ് ആണ് ഇത്. ഇനി 4ാമത്തെ പേജിൽ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ വേണം. അതായത് നമ്മൾ ടെക്സ്റ്റ് തുടങ്ങുമ്പോഴുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? വീണ്ടും ഈ പേജ് മൊത്തം സെലക്ട് ചെയ്യുക. അതിൻ്റെ പേജ് സെലക്ട് ചെയ്യുക. ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ആഡ് പേജ് അടിക്കുക. അടുത്ത പേജ് വന്നിട്ടുണ്ടാവും. ഇതിപ്പുറത്ത് തന്നെ ഉണ്ട്, അടുത്ത പേജ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ആ പേജ് ഒന്നുകൂടി സെലക്ട് ചെയ്ത് റീപ്ലേസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ഇൻട്രൊഡക്ഷനാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പേജ്, എനിക്കിഷ്ടപ്പെട്ട ഒരു പേജ് സെലക്ട് ചെയ്യുക. പേജ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇവിടെ എന്ത് വേണോ? ഡിയർ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ വേണം. ആ ഇൻട്രൊഡക്ഷൻ വേണേൽ എന്ത് ചെയ്യുക? നേരെ ChatGPT പോവുക. ChatGPT പോയി കഴിഞ്ഞതിന് ശേഷം ChatGPTനോട് കാര്യം പറയാം. ഇൻട്രൊഡക്ഷൻ ഫോർ മാത്തമാറ്റിക് ടെക്സ്റ്റ് ബുക്ക് ക്ലാസ് 8 സ്പെസിഫിക് ആയിട്ട് പറയാം. അപ്പോൾ നല്ല വൃത്തിക്ക് സാധനം വരും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ സാധനം, ഇൻട്രൊഡക്ഷൻ. അപ്പോൾ അതിനെ സെലക്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ഇതുപോലെ ഇങ്ങനെ നെക്കി പിടിക്കുക. അപ്പോൾ നമ്മുടെ സെലക്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് പോയിട്ട് വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇൻട്രൊഡക്ഷൻ. ആ ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ഇത് മൊത്തം സെലക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഇത്രയും സാധനം സെലക്ട് ചെയ്തതിന് ശേഷം അത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തു നേരെ വീണ്ടും ക്യാൻവയിലേക്ക് വന്നു. ക്യാൻവയിലേക്ക് വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഒരു ടെക്സ്റ്റ് ബോക്സ് നമ്മളിവിടെ നേരിട്ട് പേസ്റ്റ് ചെയ്യാനാവില്ല. ഒരു ടെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തു. ഇതിലെ ആഡ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തു. അപ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്യണ്ടേ? നമ്മുടെ സാധനം വരണ്ടേ. അപ്പോൾ ഇത് പേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഫോണ്ടൊന്ന് ചെറുതായി കൊടുക്കണം. കാരണം എന്താ? ഇത്രയും വലുപ്പത്തിലല്ല സാധനം വരണ്ടേ, കുറച്ച് ചെറുതായിട്ടല്ലേ.
അപ്പോൾ ഇതിങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ക്ഷമയാണ് മെയിൻ. ചില സമയത്ത് വർക്ക് ചെയ്യില്ല, കാരണം നെറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾ തളരാനോ പതറാനോ പാടില്ല. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഫോണ്ട് സൈസ് ഉണ്ട്, ആ ഫോണ്ട് സൈസ് ഒന്നും കൂടി ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ. പിന്നെ ടെക്സ്റ്റ് സ്റ്റൈലുണ്ട്, സ്റ്റൈലല്ല ഫോണ്ട്. ആ ഫോണ്ട് മാറ്റിയിട്ട് ഒരു നല്ലൊരു അരിമോ എന്ന് പറഞ്ഞൊരു ഫോണ്ട് എടുക്കുക. ഞാൻ അരിമോ എടുക്കുന്ന എഴുതാൻ നല്ലത് അരിമോയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് എടുത്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യണം, ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെലക്ട് ആവും. അത് മൊത്തം ഡിലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ കോപ്പി ചെയ്ത സാധനം അവിടെ പേസ്റ്റ് ചെയ്യാം. ഞാൻ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ കൃത്യമായിട്ട് ഫുള്ള് വന്നിട്ടുണ്ടാവില്ല, എന്തോ ഒരു പ്രശ്നയിലുണ്ടാവും. ഇതിലാകെ നമ്മൾ ഒരു പാരഗ്രാഫ് മൊത്തം സെലക്ട് ചെയ്തിട്ടും 2 പാരഗ്രാഫ് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഒരു പാരഗ്രാഫാണ് വന്നിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് മൊത്തം നമ്മൾ വീണ്ടും ഡിലീറ്റ് ചെയ്യണം. ഇതെന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഇങ്ങനെയാണ്, ഞാൻ എത്ര കോപ്പി ചെയ്ത് കഴിഞ്ഞാലും ഒന്നെങ്കിൽ ഒരു ലൈൻ വരും, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വരും, പക്ഷെ മൊത്തം കാര്യം വരില്ല. നമ്മൾ സെലക്ട് ചെയ്ത മൊത്തം കാര്യം വരണമെങ്കിൽ ഇത് മൊത്തം ഡിലീറ്റ് ആക്കിയതിന് ശേഷം വീണ്ടും കൊണ്ട് പേസ്റ്റ് ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ വന്നിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്കൊരു പിടുത്തം കിട്ടിയില്ല, അതെന്താ സംഭവം. ഓക്കെ. എന്നിട്ട് ഇതിനെ നമുക്ക് ഇത് വേറൊരു കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ എഴുത്ത് ഇങ്ങനെ വേണോ, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ ആക്കണോ, അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് ചെരിക്കണോ, അല്ലെങ്കിൽ ഈ രീതിയിൽ വേണോ, ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ അതിനൊന്ന് ചെറുതാക്കി കൊടുക്കുക, കുറച്ചൊന്ന് വലുതാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ ഫോണ്ട് ഇതൊരു രസമില്ലല്ലോ, അപ്പോൾ ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുക. അധികം കൂട്ടണ്ട, ഒരു ഏകദേശം നോക്കി നോക്കുക, സഹായിക്കില്ല. അപ്പോൾ ഫോണ്ട് സൈസ് ഒന്നുകൂടി ഒന്ന് ഈ കള്ളി ഒന്ന് ചെറുതാക്കി കൊടുക്കുക. ഏത് ഈ കള്ളി ബോക്സ് ഒന്ന് ഒരു സമയം എടുക്കും. ക്ഷമയാണ് മെയിൻ. എന്നിട്ട് ഫോണ്ട് എടുത്തിട്ട് ഫോണ്ടല്ല ഇത് സെലക്ട് ചെയ്ത് പിടിച്ചിട്ട് ഈ ഫോണ്ട് സൈസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കുക, ജസ്റ്റ് ഒന്ന് കുറച്ച് നോക്കുക. ഇങ്ങനെ പഠിക്കുക. എന്നിട്ട് ഇതിലൊന്ന് ബോൾഡാക്കാം. പോയാ ഇങ്ങനെയെല്ലാം സംഭവിക്കും, പക്ഷേ തളരാൻ പാടില്ല, പതറാൻ പാടില്ല. ഓക്കെ. സാധനം വരും, നമ്മൾ ഉദ്ദേശിച്ച പോലെ വൃത്തിയിൽ സാധനം വരും. എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു വൃത്തിയായില്ലേ? ഇതിനെ കുറച്ചൊന്ന് ബോൾഡാക്കണമെങ്കിൽ ഈ ഫോർമാറ്റ് പോയിട്ട് ബോൾഡ് നിൽക്കുക. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യും. വാ, സൂപ്പർ, കിടിലായില്ലേ? ഇനി എന്ത് ചെയ്യണോ, മേലെ ഒരു ഡിയർ സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബോക്സ് പോവുക, ഒരു ആഡ് ടെക്സ്റ്റ് ബോക്സ് അടിക്കുക. സാധനം റെഡി വന്നിട്ടുണ്ടാവും. അതിനൊന്ന് പൊന്തിച്ച് കൊടുക്കുക. ആ ടെക്സ്റ്റ് ബോക്സ് ഒന്നിങ്ങനെ പൊന്തിച്ച് ഇവിടെ കൊണ്ടുവരിക. അതിൻ്റെ വലിപ്പം ഇത്ര വേണ്ട, അപ്പോൾ ഫോണിൻ്റെ സൈസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കുക. ഒരു ഇത്ര അടിക്കുക. അതിന് ഡബിൾ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഡിയർ സ്റ്റുഡൻസ് ഒരു കോമ ഇട്ട് കൊടുക്കുക. വാവ്, സൂപ്പർ, നൈസ്, കിടലായില്ലേ ഇൻട്രൊഡക്ഷൻ? അങ്ങനെ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതിൽ ഓരോ സാധനം എന്താണെന്ന് നിങ്ങൾ തന്നെ ഇപ്പോൾ 3 പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ലോ. ഇത് 2 വന്നിക്കാം. 2 വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ ഡിലീറ്റ് ചെയ്യുക. ഇത് മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ആ പേജ് അങ്ങ് പോയി കൊടുക്കും. പേജ് പോയില്ലേ? മൊത്തത്തിൽ വെച്ചിട്ട് ഡിലീറ്റ് പേജ് അടിച്ചാൽ ആ പേജ് അങ്ങ് പോയിക്കോളും. ഇതാ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫ്രണ്ട് പേജ്, സെക്കൻഡ് പേജ്, 3ാമത്തെ പേജ് ഇത്. ഇനി എന്ത് ചെയ്യണം, പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റ് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഇപ്പം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഇത് എങ്ങനെയാണ് ഓരോ പേജും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്.
പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇത് വെച്ചിട്ട് സ്വന്തമായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എവിടെയാണോ തെറ്റ് വരുന്നത്, എവിടെയാണോ മിസ്റ്റേക്ക് വരുന്നത് എല്ലാം നോക്കുക. പിന്നെ ഏറ്റവും വേണ്ടത് ക്ഷമയാണ്. ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യുക. ഓരോ പേജ് ക്രിയേറ്റ് ചെയ്ത സമയത്തും ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക. എൻജോയ് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ PDF ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഫ്ലിപ്പ് ബുക്ക് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ സേവ് ചെയ്യണം. ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ബാക്ക് അടിച്ച് പോയി കഴിഞ്ഞാലൊന്നും ഒരു പ്രശ്നവുമില്ല. സാധനം ഈ ഫോണിൽ ഈ ക്യാൻവയിൽ ഓട്ടോ സേവ് ആവും. അതായത് നിങ്ങളിത് സേവ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അത് നിങ്ങൾ എന്താണോ നെറ്റ് വേണമെന്നുള്ള ഒരു കാര്യം ഇതിനുള്ളൂ. നിങ്ങൾ ബാക്ക് അടിച്ച് പോവുകയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ സാധനം അടുത്ത് തന്നെ ഉണ്ടാവും, എവിടെയും പോവില്ല. അപ്പോൾ ഇതിനെ സേവ് ചെയ്യാൻ, ഇത് PDF ഫോർമാറ്റിൽ ഇതിനെ സേവ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, മേലോട്ടേക്ക് ഒരു ഏറോ മാർക്ക്. ആ ഏറോ മാർക്ക് കേൾക്കുക. ഇതിന് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് കേൾക്കുക. അപ്പം ഇവിടെ PNG എന്നാണ് ഉണ്ടാവുക. ആ PNG മാറ്റിയിട്ട് എന്ത് ചെയ്യണം, PDF ആക്കണം. PDF എന്നിട്ട് ഡൗൺലോഡ് എടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു PDF 4 പേജുള്ള PDF നിങ്ങളുടെ ഫോണിൽ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഈ PDF ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫ്ലിപ്പ് ബുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.